ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ് റൂം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു ഡ്രോയിങ് ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നത് ടീച്ചേഴ്സ് ഡേക്ക്. അപ്പോൾ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യലായിട്ട് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം, ഒരു കാർഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു A4 ഷീറ്റ്, അതേപോലെ ഒരു ഓറഞ്ച് കളറ് ഷീറ്റുമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. കളറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ ചെറിയൊരു പീസ് ഗ്രീൻ കളറും എടുത്തിട്ടുണ്ട്, അതേപോലെ പിങ്കും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കളർ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക, കുറച്ച് കട്ടിയുള്ള പേപ്പർ വാങ്ങാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഗമ്മും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ ഒരു വൈറ്റിലേക്ക് ആ ഒരു കളർ ടോണ് ബ്ലർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക, വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളിവിടെ ഒരു ഹർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചെറിയ ആൾക്കാരൊക്കെ കത്രികയൊക്കെ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ മുതിർന്നവരുടെ എന്താ പറയുക, മേൽനോട്ടത്തിൽ അവരെ കൊണ്ട് ചെയ്യിക്കാട്ടോ. അതൊക്കെ കട്ട് ചെയ്ത് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു കളർ പേപ്പർ മടക്കിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് 2 ഹെർട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വൈറ്റിൻ്റെ ഉള്ളിൽ ഒന്നുകൂടി നമുക്ക് ഔട്ട്ലൈൻ ഇട്ട് കൊടുക്കാം. കാരണം ഈ ഓറഞ്ചും വൈറ്റും സെയിം എന്താ പറയുക സൈസാണ്. അപ്പോൾ അത്രയും ഒരേ സൈസായിട്ട് നമുക്ക് കാര്യമില്ല, കുറച്ച് ചെറുതായിട്ടാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. നമുക്കിതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ വീണ്ടും ഇത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈസിൽ 2 ഹർട്ട് കൂടി കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതേപോലെ എന്താ പറയുക, ആദ്യം വരച്ചെടുക്കുക, എങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു സൈസ് കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ കടയിൽ നിന്നും ഒരു കാർഡൊക്കെ വാങ്ങി ഗിഫ്റ്റ് കൊടുക്കുന്നതിലേറെ എത്രയോ ബെറ്ററാണ് നമ്മുടെ ഒരു ക്രിയേറ്റിവിറ്റി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയാലല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ഡേക്ക് എന്നുള്ള ഏതൊരു സ്പെഷ്യൽ ഡേയ്സിനും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കംപ്ലീറ്റ് ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉള്ളിൽ ഒട്ടിക്കുന്ന ആ ഒരു വൈറ്റ് പേപ്പർ പുറത്തുള്ള കളർ പേപ്പറിനേക്കാളും കുറച്ചുകൂടി ചെറുതാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫെവിക്കോളിൻ്റെ ഗമ്മാണ്. ഇത് കുറച്ച് വാട്ടറിയാണ്. അപ്പോൾ ഞാനിതിൽ ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കിതിൽ കുറച്ച് ബീഡ്സൊക്കെ ഒട്ടിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ഫെവിക്കോളിൻ്റെ ഗമ്മിൽ അത് ഒട്ടിക്കാൻ പറ്റില്ല, കാരണം ഇത്തിരി ലൂസാണ്. അപ്പോൾ നമുക്ക് ഒരു ഹെർട്ട് കൂടി ഇവിടെ കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഒരുപാട് പ്രാവശ്യം കാണുമ്പോൾ കുറേ കട്ട് ചെയ്തെടുക്കാണ്ടെന്ന് തോന്നുകയാണ്, ചെയ്ത് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് എടുക്കേണ്ടതില്ല, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കാനുണ്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ലൈറ്റായിട്ട് വേണം കട്ട് ചെയ്യാനെന്ന് തോന്നുന്നു. നമ്മളിനി ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സർക്കിൾ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ സർക്കിൾ വരക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇത് ഇങ്ങനെ കുറച്ച് സിസേഴ്സ് ഇവിടെ ആദ്യം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതിനായിട്ട് വാങ്ങിയതൊന്നുമല്ല. അപ്പോൾ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ കത്രിക ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ ഒരു സിസേഴ്സ് വെച്ചിട്ട് ചെയ്താൽ മതി. ഇങ്ങനെ കുറച്ച് സിസേഴ്സ് പല ഷേപ്പുള്ള സിസേഴ്സും ഉണ്ട്, നമുക്കിത് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ കുട്ടികൾ ഇതിങ്ങനെ വെറുതെ ക്രാഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങുന്നതാണ്. അപ്പോൾ നമുക്കിതുപോലെ തന്നെ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തെടുത്താൽ നമുക്ക് നല്ല റോസാപ്പൂവിൻ്റെ ഒരു ഷേപ്പ് കിട്ടും. ഇനി ഇതിലേറെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് നമ്മുടെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ ആ ഒരു മെത്തേഡാണെന്ന് തോന്നണം. എന്നിട്ട് ഫൈനലി നമുക്കിതിൻ്റെ താഴെ കുറച്ച് ഗമ്മ് ഒട്ടിച്ചു കൊടുക്കാം, എന്നാലേ ആ ഫ്ലവേഴ്സ് കറക്റ്റായിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ഇനി നമുക്ക് ലീഫാണ് ചെയ്യേണ്ടത്. അതിന് ഇതേപോലെ മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ 3 ലീവ്സാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ആദ്യം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 3 ലീഫേ കട്ട് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ കട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് മുകളിലൊന്ന് ഒട്ടിച്ചു. ഇനി നിങ്ങൾക്ക് ഈ സംഭവം ഒന്ന് പൊന്തി നിൽക്കണം എന്നുണ്ടെങ്കിൽ ചെറിയ 2 പീസ് ഡബിൾ സൈഡ് ടാപ്പ് ചെറിയ പീസാക്കിയിട്ട് 2 സൈഡിലും ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഉള്ളിൽ കേട്ടോ. അപ്പോൾ അത് ആ ഓറഞ്ച് ഭാഗം കുറച്ചൊന്ന് പൊന്തി നിൽക്കുന്നതായിട്ട് കാണിക്കും. അപ്പോൾ ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ചിട്ട് തന്നെ ഈ ലീവ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് കൂടുതൽ ലീവ്സ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കൂടുതൽ ലീവ്സ് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ പെൻസിൽ വെച്ചിട്ടാണ് റോള് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വൃത്തിക്ക് ഈ ഒരു ഫ്ലവേഴ്സ് കിട്ടുന്നുണ്ട് കേട്ടോ. നേരത്തെ ചെയ്തതുപോലെ തന്നെ ലാസ്റ്റ് ആ പോയിന്റിൽ നമ്മളൊന്ന് ഗമ്മ് തേച്ച് കൊടുക്കുക. പിന്നെ അതേപോലെ ഫെവിക്കോൾ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഫ്ലവേഴ്സ് ഒട്ടിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഫെവിക്കോൾ വെച്ചൊക്കെ ഒട്ടിക്കുമ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് നേരം ഒന്ന് പിടിച്ചിക്കണം, എന്നെങ്കിലേ അത് കറക്റ്റായിട്ട് ഒട്ടി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ പെൻസിൽ വെച്ചിട്ട് റോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് അങ്ങനെ മടക്കിയെടുത്താലും മതി. ഓക്കെ, അപ്പോൾ കുറച്ച് നേരം ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കണം, ഒന്ന് ടൈറ്റായിട്ട് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവിക്കോളിൻ്റെ ഗമ്മല്ല കേട്ടോ. ഫെവിക്കോളിൻ്റെ ഗമ്മിന് കുഴപ്പമുണ്ടായിട്ടല്ല, എൻ്റെ കയ്യിലുള്ള ആ ഒരു ഫെവിക്കോളിൻ്റെ ഗമ്മ് കുറച്ചൊരു വാട്ടറി എഫക്റ്റ് ഉള്ളതാണ്, കുറച്ച് ലൂസാണ്. അപ്പോൾ നമുക്ക് ഈ ബീഡ്സ് ഒന്നും ഒട്ടി കിട്ടില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഞാൻ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ള നല്ല ഏതെങ്കിലും ഒരു ഗമ്മ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ ഔട്ട്ലൈനായിട്ട് നമ്മൾ 3D ഗ്ലിറ്ററാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. 3D ഗ്ലിറ്റർ എൻ്റെ കയ്യിൽ കുറേ മുമ്പുള്ള എന്തോ ഒരു ബോക്സ് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയതിൽ ഒരുപാട് 3D ഗ്ലിറ്റേഴ്സിൻ്റെ ഈ ഒരു ലൈനേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ആണ് ഞാനിവിടെ ചെയ്യുന്നത്. ഇതിപ്പോൾ വൈറ്റായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ്, പക്ഷെ അത് ഡ്രൈ ആകുമ്പോഴാണ് അതിൻ്റെ ആ ഗ്ലിറ്റർ എഫക്റ്റ് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വൈറ്റ് A4 ഷീറ്റിൻ്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് നമുക്ക് ഇഷ്ടമുള്ളത് എഴുതിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എഴുതുന്നത് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നാണ് കേട്ടോ. കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഹർട്ടൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഒട്ടിയിട്ടില്ല, ഉണങ്ങിയിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ 3D ലൈനർ യൂസ് ചെയ്തില്ലേ, അത് കുറച്ച് ഉണങ്ങാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഇതിങ്ങനെ തുറന്ന് നോക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല, അത് നന്നായിട്ട് ഡ്രൈ ആവേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കുറച്ച് മാർക്കേഴ്സ് വെച്ചിട്ട് ഇതുപോലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഭംഗിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഒരു 3 കളേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഏത് പിക്ചേഴ്സ് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ആ ബ്ലാക്ക് ലൈനർ യൂസ് ചെയ്യുന്നത്, അത് മാർക്കർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെച്ച് കളർ വെച്ചിട്ടോ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ ജെൽ പേനയാണ്, അതുകൊണ്ടാണ് ഞാൻ 2 പ്രാവശ്യം വരക്കുന്നുണ്ട്. കാരണം അത് വളരെ തിന്നായിട്ടുള്ള ലൈനായിട്ടാണല്ലോ വരിക, അപ്പോൾ കുറച്ചൊരു തിക്ക് ലൈൻസ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. എന്താ പറയുക, നമ്മുടെ വീഡിയോസൊക്കെ തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ വീഡിയോസ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് കുട്ടികൾക്ക് പഠിക്കാനിത് ഹെൽപ്പ് ആവുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഡ്രൈ ആയതിനു ശേഷം കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ട്രൈഡ് പിക്സൊക്കെ എനിക്ക് അയച്ചു തരാം കേട്ടോ. ഇൻസ്റ്റയിൽ എൻ്റെ ID ഷംല മഞ്ചേരി എന്നുള്ള ID അയച്ചു തന്നാൽ നമ്മുടെ ഇനി വരുന്ന വീഡിയോസിലൊക്കെ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് സാറ്റർഡേ, സൺഡേ, ട്യൂസ്ഡേ, തേഴ്സ്ഡേ എന്നീ ദിവസങ്ങളിലാണ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മറക്കാതെ നിങ്ങൾ വീഡിയോസ് എല്ലാം തന്നെ കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ വൈകുന്നേരം 5 മണിക്കാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.